ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ സഭ രൂപപ്പെടുന്നത് വാസ്തവത്തിൽ പെന്തക്കോസ്താ ദിവസത്തിന് ശേഷമാണ്. ഒരാൾക്ക് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ ഏറ്റവും ആവശ്യമായ ഒരു കാര്യവുമാണ് ഒരു പെന്തക്കോസ്താ അനുഭവം, BHS, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. ഇപ്പോൾ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് പെന്തക്കോസ്താ ദിവസമാണ്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: പെന്തക്കോസ്താ ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലൊരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ കാണുന്നത് ആകാശത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ അവർ തങ്ങളുടെ ഭാഷകളിൽ അത് ഗ്രഹിക്കാൻ തുടങ്ങി. മാത്രമല്ല, ഇതിൻ്റെയൊക്കെ അർത്ഥമെന്തെന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു, പുതുവീഞ്ഞു കുടിച്ച് ഇവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവർത്തനം 2:13 അപ്പോഴാണ് പത്രോസ്ലിയ ചാടി എണീറ്റോട് പറയുകയാണ്. പത്രോസ് മറ്റ് 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ. എൻ്റെ വാക്ക് ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചിട്ടല്ല. പിന്നെയോ ജോയൽ ദീർഘദർശി പറഞ്ഞിരിക്കുന്നത് സംഭവിച്ചിരിക്കുകയാണ്. ഇത് അവസാന നാളുകളിൽ സകല ജനങ്ങളുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവരുടെ പുത്രീപുത്രന്മാർ പ്രവചിക്കും, യുവാക്കൾക്ക് ദർശനമുണ്ടാകും, വൃദ്ധന്മാർ സ്വപ്നം കാണും. യേശുവിൻ്റെ വരവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ജോയൽ ദീർഘദർശിയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: അവസാന നാളുകളിൽ സകല ജനങ്ങളുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവരുടെ പുത്രീപുത്രന്മാർ പ്രവചിക്കും, യുവാക്കൾക്ക് ദർശനമുണ്ടാകും, വൃദ്ധന്മാർ സ്വപ്നം കാണും. മാമോദീസായിലൂടെ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ അങ്ങനെയാകുന്ന ഏതൊരു ക്രിസ്ത്യാനിയും 3 കാര്യങ്ങൾ സംഭവിച്ചിരിക്കണമെന്ന് ഇവിടെ പ്രവാചകൻ പറയുകയാണ്. ഒന്ന്, അവരുടെ പുത്രീപുത്രന്മാർ പ്രവചിക്കും. അപ്പോൾ മാമോദീസ സ്വീകരിച്ച ഏവരും പ്രവാചകന്മാരായിരിക്കണമെന്നാണ് ഇവിടെ സ്ത്രീ പറയുന്നത്. ആദിമകാല ക്രൈസ്തവർ അങ്ങനെ ആയിരുന്നു താനും. എന്താണ് ഈ പ്രവചനം? തങ്ങളെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുകയും അപരനെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് അവരെ അറിയിക്കുകയും ചെയ്യുന്നതാണ് പ്രവചനം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരാളുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ സംബന്ധിച്ച് താൻ ആരാണ്, ഹൂ ആം ഐ എന്നുള്ള ഒരു ബോധ്യം അവന് കിട്ടുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഒന്നാമത് അവന് കിട്ടുന്നത് മനുഷ്യജീവിതത്തിൻ്റെ യഥാർത്ഥത്തിൽ ഉള്ള അവസ്ഥ എന്താണെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. 1, അവൻ ദൈവത്തിൻ്റെ പൈതലാണ്. 2, അവൻ സ്വർഗത്തിന് ഉടമയാണ്. 3, ഈ ഭൂമിയിൽ താൽക്കാലിക വാസമാണ് അവനുള്ളത്. ഇവിടെ ശാശ്വതമായിട്ടൊന്നും കൊണ്ടുപോകാനില്ല അവന്. ഈ ഒരു അവബോധമാണ് വാസ്തവത്തിൽ തന്നെ സംബന്ധിച്ച ദൈവഹിതം എന്ന് പറയുന്നത്. ശാശ്വതമായി ഉപയോഗിക്കാനുള്ളതൊന്നും ഇവിടെ ഇല്ല. അവൻ്റെ ശരീരം പോലും ശാശ്വതമായിട്ടുള്ളതല്ല. മരണത്തോടെ അത് ഉപേക്ഷിച്ച് അത് മുഴുവനും കീടത്തിനും കൊടുത്ത് മടങ്ങിപ്പോകേണ്ടി വരും. അതിനപ്പുറത്ത് നിത്യമായി ജീവിക്കുന്നൊരു ജീവിതമുണ്ട് എന്നുള്ളൊരു രഹസ്യമാണ് പരിശുദ്ധാത്മാവ് ഒരാളുടെ മേൽ വന്നു കഴിയുമ്പോൾ അവന് കിട്ടുന്നത്. മാത്രമല്ല, ദൈവത്തിൻ്റെ പൈതലായതുകൊണ്ട് തന്നെ വക്രത നിറഞ്ഞതും വഴിപിഴച്ചതുമായ തലമുറകളുടെ ഇടയിൽ ഒരു കുറ്റമറ്റ ദൈവ പൈതലായി വ്യാപരിക്കുവാൻ ഇവനെ പ്രാപ്തനാക്കുന്നതാണ് മാമോദീസ. അപ്പോൾ മറ്റുള്ളവരെ പോലെയല്ല അവൻ ജീവിക്കേണ്ടത്, തന്നെ സംബന്ധിച്ച ദൈവഹിതം. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പ്രയാസങ്ങളിലോ പ്രശ്നങ്ങളോ കഷ്ടപ്പാടുകളോ ഉണ്ടാകുമ്പോൾ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ അവന് സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭാവസ്ഥയായി. ദൈവദൂതൻ പറഞ്ഞ ഇങ്ങനെയാണല്ലോ, മറിയം അത്യുതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നീ ഗർഭിണിയാകും. അപ്പോഴേക്കും മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. എന്നിട്ട് പറയുകയാണ്, പിന്നീട് നമ്മൾ കാണുന്നത് എലിസബത്തിനെ സന്ദർശിക്കാൻ ഓടുന്ന മറിയമാണ്. വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും താൻ കർത്താവിൻ്റെ ഒരു ദൈവപുത്രന് ജന്മം കൊടുക്കാൻ പോകുന്നു എന്നുള്ള കാര്യം മറിയത്തിനത് മനസ്സിലാക്കുക മാത്രമല്ല, തന്നെപ്പോലെ തന്നെയുള്ള ഒരാളുടെ അടുക്കിലേക്ക് അവൾ ഓടുന്നു. വാസ്തവത്തിൽ ആ മംഗലവാർത്ത കേട്ട ക്ഷണം ലോകത്തിൻ്റെ അരൂപിയാണെങ്കിൽ അവൾക്കുള്ളതെങ്കിൽ ഒരിക്കലും അവൾക്ക് അവിടെ നിന്ന് ഓടാനൊക്കെ ഇല്ല. കാരണം എന്താ പറഞ്ഞാൽ, ഒത്തുകല്യാണം കഴിഞ്ഞിരിക്കുന്ന പെണ്ണ്, വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന പെണ്ണ്, പുരുഷ സ്പർശമേൽക്കാതെ
ഗർഭിണിയാകുക എന്ന് പറഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തിൽ ആ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാണ്. പക്ഷേ മറിയത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പദ്ധതിയാണിതെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഒരിക്കലും അവൾ ആ പ്രശ്നത്തിൻ്റെ ആ പരിണിത ഫലം എന്താണെന്ന് ഓർത്ത് അവിടെ അസ്വസ്ഥയാകുന്നില്ല. അവൾ നേരെ തന്നെപ്പോലെ തന്നെ ഒരു ദൈവാനുഭവം ഉണ്ടായ ഒരാളാണ് എലിസബത്ത്. വാർദ്ധക്യത്തിൽ അവൾ ഗർഭിണിയായി. മക്കൾ ജനിക്കേണ്ട കാലം കഴിഞ്ഞിട്ടും അവൾ ആയി. അവളെ പോയി ആശ്വസിപ്പിക്കുക, ഇളയമയെ പോയി. ഇനി പറയുന്നത് 6 മാസം അവൾക്ക് ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു മടങ്ങി വരുന്നു. മടങ്ങി വന്നു കഴിയുമ്പോഴും ഒരിക്കലും ഔസേപ്പിനെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനോ രമ്യപ്പെടുത്താനോ അവൾ ചെയ്യുന്നില്ല. എന്തുകൊണ്ടെന്നാൽ തന്നെ സംബന്ധിച്ച് ദൈവഹിതം എന്താണെന്ന് അവൾക്കറിയാമെന്നത് കൊണ്ട് ഇതിൻ്റെ പേരിൽ എന്തെല്ലാം ഉണ്ടായാലും അവൾ സഹിക്കാൻ തയ്യാറാണ്. അപ്പോൾ ദൈവിക പദ്ധതി ഒരാൾക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ ഒരുപക്ഷെ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും നൽകിയാലും എൻ്റെ ഗുരു എന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല എന്നുള്ള പ്രവചനം അവർക്കത് അംഗീകരിക്കാനും മനസ്സിലാക്കാനും സ്വീകരിക്കാനും സാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായത്തിലെ 20 മുതലുള്ള വാക്ക്: കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും. ഇതാണ് വഴി. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിലെ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും ഒക്കെ നിരന്തരമായി കിട്ടിക്കൊണ്ടിരുന്നാലും അവിടുന്ന് ദൈവത്തെ ദർശിക്കാൻ അവർക്ക് സാധിക്കും. മാത്രമല്ല, നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് സ്വരം കേൾക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവളെ സംബന്ധിച്ച പദ്ധതിയാണ് ഇങ്ങനെ ഒരു ദൈവപുത്രന് ജന്മം കൊടുക്കുക എന്നുള്ളതെന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് എലിസബത്തിനെ സന്ദർശിക്കാൻ വന്ന് കുറച്ചൊന്നുമല്ലല്ലോ, എത്ര കിലോമീറ്ററാണ് ഓടിയത്? ഏതാണ്ട് 156 കിലോമീറ്ററുകളാണ് അവൾ യാത്ര ചെയ്തത്. 190 കിലോമീറ്ററോളം യാത്ര ചെയ്യുന്നതാണ് പറയുന്നത്. അതിനുശേഷം ഇവിടെ വന്നു. ഇതാ ഔസേപ്പിനെ ഈ കാര്യം സ്വീകരിക്കാൻ മാത്രം ദൈവം പര്യാപ്തനാക്കി. അവിടെയും അതിനുശേഷം കനോഷുമാരി എടുക്കാനായിട്ട് ബെത്ലഹേമിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ചാർച്ചക്കാരുടെ വീടുകൾ തോറും മുട്ടി പ്രസവവേദന എടുത്തപ്പോൾ അവിടെ എങ്ങും ഒരു അവസരവും കിട്ടിയില്ല അവൾക്ക്. മാത്രമല്ല, സത്രത്തിലെങ്കിലും കിടക്കാമെന്ന് വിചാരിച്ചിട്ട് സത്രത്തിൽ പോലും ഇടം കിട്ടിയില്ല. അപ്പോഴിതാ പുൽക്കൂട്ടിൽ കുഞ്ഞിനെ പശുത്തൊഴുത്തിൽ കുഞ്ഞിനെ പ്രസവിക്കുകയും ഒരു പുൽക്കൂട്ടിൽ കിടത്തുകയും ചെയ്തു. ഞാൻ പറയുന്നത്, ആ ഒരു പരിതസ്ഥിതിയിൽ പോലും മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് തിരുവചനത്തിൽ പറയുന്നത്. എന്താണ് എൻ്റെ കാരണം? തന്നെ സംബന്ധിച്ച് ദൈവഹിതം എന്തെന്നറിയാവുന്ന ഒരാൾക്ക് ദൈവഹിതപ്രകാരം വരുന്ന എന്ത് സഹനവും ഒരിക്കലും സഹനമായി അവർക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഒരാളെ സഹായിക്കുന്നത് ആ രീതിയിലാണ്. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ ഒരിക്കലും അയാൾക്ക് കഷ്ടപ്പാടായിട്ട് തോന്നുകയില്ല. അതിൻ്റെ പിന്നിൽ എൻ്റെ പിതാവിനൊരു പദ്ധതിയുണ്ട്, അതെന്താണെന്ന് അവിടുന്ന് അവരുടെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഒരു അവബോധം അവർക്ക് കിട്ടും. ഞാനിത് പറയുന്നത് മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് 74 10ാം ക്ലാസ് കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞപ്പോഴേ സമർപ്പിച്ചതാണ് ഞാനൊക്കെ. അന്ന് ആ കാലം മുതൽ മാതാവ് എന്നെ സഹായിക്കുന്ന ഒരു കാര്യം അതാണ്. ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളിലും ഇങ്ങനൊരു ഇടപെടൽ എനിക്ക് കാണാൻ സാധിക്കും. ഞാൻ ഡിപ്ലോമയ്ക്ക് ചേർന്നപ്പോൾ ഫസ്റ്റ് ഇയറിൽ വാസ്തവത്തിൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഇയറിൽ സെക്കൻഡ് ക്ലാസ്സായി. തേർഡ് ഇയറിൽ പരീക്ഷ എഴുതാൻ പറ്റിയില്ല. എഴുതാൻ പറ്റാഞ്ഞ് വേറൊന്നും കൊണ്ടല്ല, വീട്ടിലെ സാമ്പത്തിക സ്ഥിതി പറ്റാഞ്ഞതുകൊണ്ടും അതോടൊപ്പം തന്നെ എനിക്ക് പഠിക്കാനുള്ള പുസ്തകം വായിക്കാൻ പോലും പൈസ ഇല്ലായിരുന്നു. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് പരീക്ഷ എഴുതിയില്ല. ആ എഴുതാതിരിക്കുന്ന സാഹചര്യത്തിൽ പോലും എന്തോ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നൊരു തോന്നൽ എന്നെ ഭരിച്ചിരുന്നു. അപ്പോൾ അത് എന്നെ ഒരിക്കലും അസ്വസ്ഥമാക്കിയില്ല. ലോകം കരയുന്ന പല പ്രശ്നങ്ങളും ഉണ്ടായി. അത് കഴിഞ്ഞ് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് അവിടെയുള്ള കയർ ഫാക്ടറികളിൽ ജോലിക്ക് പോവുകയും തിരിച്ചു പോയി പരീക്ഷ എഴുതി ട്യൂഷൻ 3 ട്യൂട്ടോറിയൽ കോളേജ് പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ 10-32 പേർക്ക് ഹൗസ് ട്യൂഷൻ ഫ്രീ ആയിട്ട് അത്രയും ട്യൂഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും പോയി പരീക്ഷ എഴുതിയപ്പോൾ എഴുതാനായിട്ട് രജിസ്റ്റർ ചെയ്തു. പരീക്ഷയുടെ തലേ ദിവസം കൈക്ക് രണ്ടിനും നീര് വന്ന് വല്ലാതെ വീങ്ങി. ശരിക്കും ആ ഉള്ളിലൊരു വേദനയുണ്ടെങ്കിലും ഒരിക്കലും അത് ഒരു ജീവിതത്തെ തളർത്തുന്നതായിട്ട് തോന്നിയില്ല. എൻ്റെ പിതാവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കുന്നില്ല. എന്നെ സഹായിച്ചത് എനിക്ക് തോന്നുന്നു മാതാവ് എന്നെ ഒത്തിരി സഹായിച്ചു. ഞാനന്ന് മരിയ ഭക്തനാണ് വാസ്തവത്തിൽ. ഞാനന്ന് കൂടുതൽ എനിക്ക് അതിനെക്കുള്ള വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ അതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് അറിയുമ്പോൾ നമ്മൾ ചിരിക്കുമെന്ന് പറയുന്നത് പലപ്പോഴും സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഡിപ്ലോമ പാസ്സായി. ഇടുക്കി ജോലി കിട്ടിയതാണെങ്കിലോ ഒരു ടെക്നീഷ്യനായിട്ട് 32 പേരെ ഇൻ്റർവ്യൂ നടത്തിയെടുത്ത ഒരാളാണ് ഞാൻ, 1ാം റാങ്ക് കിട്ടിയിട്ട്.
പക്ഷെ അവിടെ ചെന്ന് ജോയിൻ ചെയ്തിട്ടോ എനിക്ക് കിട്ടിയ ജോലി വെറും തരാമെന്ന് പറഞ്ഞ ശമ്പളം പോലും അവർ തന്നില്ലെങ്കിലും 11 മാസക്കാലം ഒരു പരാതിയില്ലാതെ ജോലി ചെയ്യുമ്പോഴും എന്തോ ഒരു പദ്ധതി ഇങ്ങനെ പുറകിൽ ഇങ്ങനെ ഒരു ഉള്ളിലൊരു തോന്നലേ. നമുക്ക് സമയം പരിമിതമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ 19 മാസത്തിന് ശേഷം ശമ്പളം ചോദിച്ചപ്പോഴേ എനിക്ക് കിട്ടിയ പ്രൊമോഷനാണ് തീപ്പെട്ടി കമ്പനി കൊള്ളി നടത്താനുള്ളൊരു ജോലി. അവിടെ ചെന്നപ്പോഴേ കുറുപ്പന്തറ ചെന്നപ്പോൾ സാറ് കുറേ അധികം പറഞ്ഞു, താൻ പോളിടെക്നിക് പാസ്സായ താൻ ഇവിടെ വരേണ്ട ആവശ്യമില്ല, താൻ ഫോറിനിൽ പോകും എന്നൊക്കെ കുറേയൊക്കെ പറഞ്ഞിട്ട് അവസാനം കിടക്കാൻ ലോഡ്ജ് എടുത്തിട്ടുണ്ടെന്ന് മാനേജ്മെൻറ്റ് പറഞ്ഞെങ്കിലും അവിടെ ഒരു മുറിവ് എടുത്തിട്ടില്ലായിരുന്നു. അദ്ദേഹം ഒരു പനമ്പായ എടുത്ത് കൈ തന്നു. അത് തെറുത്ത് കക്ഷത്ത് വെച്ചുകൊണ്ട് ഒരു പോകുമ്പോൾ കൂടെ വന്ന കുട്ടിച്ചേട്ടൻ കൂടെ ഒന്ന് കരയുക, സാർ അവിടെ പള്ളിമുറി കിടക്കുന്ന ആൾ ഇവിടെ ഇതെങ്ങനെ പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു, കുട്ടിച്ചേട്ടാ ഇതൊക്കെ ദൈവത്തിലേക്ക് തിരിയുന്ന മനുഷ്യന്മാർക്ക് ഇതൊക്കെ ഒരു ദാനമാണ്, ഇതൊരു ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയിട്ട് അതിൻ്റെ ഒരറ്റത്ത് ചവിട്ടി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് നേരെ വീണു. കാരണം പനമ്പ സ്പ്രിങ് പോലെ ഇരിക്കുക, അതിൻ്റെ അടിയിൽ ചവിട്ടി പിടിച്ചിട്ട് വേണം അങ്ങോട്ട് കിടക്കാൻ. അവിടെ കിടന്ന് സുഖമായി ഇറങ്ങിയപ്പോഴും പാതിലേക്ക് മഴ പെയ്തപ്പോഴേ ചാടി എണീറ്റപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയത് ഇങ്ങനെയാണ്, ആരൊക്കെ കർത്താവിലായിരുന്നുവോ അവരൊക്കെ കർത്താവിൻ്റെ സഹനത്തിൽ പങ്കുകാരായി. ഇപ്പം ഈ സഹനത്തിൽ പങ്കുകാരായാൽ ഇതിനൊരു ഉത്ഥാനമുണ്ടായി. ഈ ഉത്ഥാനത്തെക്കുറിച്ചുള്ള ആഴമായ ഒരു അവബോധം ഹൃദയത്തിൽ തന്നത് ഞാൻ പറയും, ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മളെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചിരുന്നു സഹനത്തിൻ്റെ സമയത്ത്. ഇത് വളരെയധികം സഹായകമായിട്ടുണ്ട് എനിക്ക് പലപ്പോഴും. ആ തീപ്പെട്ടി കമ്പനിയിലൊക്കെ മരുന്ന് മുക്കുമ്പോൾ എന്നെ നയിച്ചിരുന്നൊരു വചനം ഇതാണ്, റോമാലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇതൊക്കെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ ഉണ്ടെന്ന് ഞാൻ സമർത്ഥിക്കാൻ വേണ്ടി പറയുന്നതല്ല, എങ്കിലും എൻ്റെ അനുഭവത്തിൽ ഞാനൊരു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു എന്നുള്ളൊരു വാസ്തവമാണ് ധ്യാനം കൂടിയപ്പോഴേ. ആ പ്രാർത്ഥന, ആകയാൽ സഹോദരരെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിവസ്തുവായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവുമായത് എന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് കഴിവ് ലഭിക്കും. 6.5 കിലോ ഭാരമുള്ള ഫ്രെയിം എടുത്ത് ഹോട്ട് പ്ലേറ്റ് വെച്ച് അതിനുശേഷം മെഴുകുമുറ്റി മുക്കിയ ശേഷം വീണ്ടും ഹോട്ട് പ്ലേറ്റ് വെച്ച് മെഴുകു കൂടുതലുള്ള ഉരുക്കിക്കളഞ്ഞ് പൊക്കിയെടുക്കുമ്പോൾ തീജ്വാല ദേഹത്ത് വന്ന് മുട്ടുമ്പോഴും കർത്താവ് ഈ ശരീരം അങ്ങേക്കായി ദഹിപ്പിക്കുവാനായി തരേണ്ടതാണ്. കാരണം എന്തെന്നാൽ ഈ ശരീരം ദഹിച്ചെങ്കിലേ തീർച്ചയായിട്ടും ബലിവസ്തുവായി തീരത്തുള്ളൂ. ഇതൊക്കെ ആഴത്തിൽ പതിഞ്ഞ ഒരു ബോധ്യങ്ങളായിരുന്നു. ഞാൻ ഓർക്കുന്നു, ആ ബോധ്യങ്ങളാണ് അന്നൊക്കെ സാധാരണ ഒരു മനുഷ്യൻ 1 യൂണിറ്റ് തീപ്പെട്ടിയെ മുഖത്തുള്ളെങ്കിൽ ഞാൻ 2 യൂണിറ്റ് തീപ്പെട്ടിയുടെ മരുന്നുകൾ മുഖമായിരുന്നു. അന്ന് എനിക്കുണ്ടായിരുന്ന ആനന്ദം ഞാൻ ഓർക്കുന്നുണ്ട്. ഇതിൻ്റെ കാര്യം ഇതാണ്, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ ശരീരം കൊണ്ട് ചെയ്യുന്ന എന്തിനും നമുക്ക് ഒരു മീനിങ്, അർത്ഥം. കാരണം യേശു ദൈവത്തോട് സമനായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ താഴ്ത്തി ആകൃതിയിൽ ദാസൻ്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ ആയിത്തീർന്നു. ഇതുപോലെ തീപ്പെട്ടി കമ്പനിയിലെ പിള്ളേരെ നേടാൻ വേണ്ടി തീപ്പെട്ടി കമ്പനിക്കാരെ പോലെ ആകുമ്പോഴേ മറ്റു പലർക്കും മനസ്സിലായില്ലെങ്കിലും എൻ്റെ ഉള്ളിലൊരു ഭയങ്കര ആനന്ദമുണ്ടായിരുന്നു. എൻ്റെ കർത്താവേ, നീ നടന്ന വഴിയിലൂടെ എന്നെ നടത്തുന്നു എന്നുള്ള ആനന്ദം. ഞാനതുകൊണ്ടാണ് പറയുന്നത്, തങ്ങളെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് അറിയുകയും അവരനെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോഴൊക്കെ വന്ന് കമ്പനിയിലെ കുട്ടികളൊന്ന് ചോദിക്കും, സാറിന് ഇത്ര സന്തോഷം എന്താ? അപ്പോൾ ഞാൻ പറയും, നമ്മുടെ ശരീരം ഈ ഭൂമിയിൽ അഴുകാനുള്ളതാണ്. ബോധപൂർവമായിട്ട് ഒരു ബലിവസ്തുവിനെ പോലെ ഇട്ടുകൊടുത്താൽ, ആ ശരീരം കൊണ്ട് ബലിയർപ്പിച്ചാൽ അത് ദൈവത്തിന് സ്വീകാര്യമായ ഒരു ബലിയർപ്പണമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജോലി എന്ത് തന്നെയാണെങ്കിലും മനുഷ്യരെയല്ല ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത് പോലെ ഹൃദയപരമാർത്ഥത്തോടെ ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രതിഫലം മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്ന് കിട്ടുമെന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, ഞങ്ങളുടെ കമ്പനിയിൽ എഴുതിയിട്ടിരുന്നു. ഞാൻ പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള ജോലികൾ ചെയ്യാൻ തുടങ്ങിയ കുട്ടികൾ കാലക്രമേണ അവരെ സംബന്ധിച്ച് ദൈവഹിതം കർത്താവ് മനസ്സിലാക്കി കൊടുത്തു. ചിലരെങ്കിലും 10-11 പേര് കന്യാസ്ത്രീകളായാൽ, ചിലർ 1-2 പേരെങ്കിലും ഇപ്പോൾ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്ററാണ്. വേറെ 2 പേര് ഒരു +2 സ്കൂളിൻ്റെ പ്രിൻസിപ്പാളുമാരായി. ഇങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ ശ്രേണികളിലെ അവർ ഉയരാൻ തുടങ്ങി. ഞാനിത് പറയുന്നത്, തന്നെ സംബന്ധിച്ച് ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിനായിട്ട്, ആ ഹിതത്തിനായിട്ട് നമ്മുടെ ശരീരങ്ങളെ സമർപ്പിച്ചാൽ, ആ യേശു ക്രിസ്തു തൻ്റെ ശരീരം നമുക്ക് വേണ്ടി സമർപ്പിച്ചപ്പോൾ 3-ാം ദിവസം ഉയർത്തെണീറ്റുമെങ്കിൽ ഇതുപോലെ നമ്മുടെ ശരീരങ്ങൾ ഉയർത്തെണീക്കും. നമ്മളവിടെ ശരീരത്തെ ബലിയർപ്പിക്കാനിട്ടാൽ നമ്മുടെ ജീവിതം ഉയർപ്പിക്കപ്പെടും. ഇത് വ്യക്തിപരമായി എനിക്ക് അനുഭവിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, പെന്തക്കോസ്താ ദിവസം അവർ സംഭവിച്ചത് എന്താണെന്ന് പത്രോസ്ലീഹ പറഞ്ഞപ്പോഴേ ആദ്യം പറഞ്ഞത്, ഇതാ തങ്ങളെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുകയും അവരിനെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് അറിയിക്കാനും സാധിക്കും. അക്കാലത്താണ് ഏറ്റവും കൂടുതൽ വ്യക്തികളെ
വ്യക്തിപരമായി യേശുക്രിസ്തുവിലേക്ക് തിരിക്കുവാൻ എനിക്കൊക്കെ കഴിഞ്ഞത്. പല വ്യക്തികളെ സമീപിച്ച് പറയുമ്പോഴൊക്കെയും അവർക്കത് പെട്ടെന്ന് മനസ്സിലാകുക. കാരണം ശരീരത്തിൽ സഹിച്ചുകൊണ്ട് സുവിശേഷ വേല ചെയ്താൽ തീർച്ചയായിട്ടും അത് അഭിഷേകത്തിലായിരിക്കും. കേൾക്കുന്നവന് എൻ്റെ അർത്ഥം മനസ്സിലാവും. പാവപ്പെട്ട മനുഷ്യന് വീട്ടിൽ പോയിരുന്ന് 2 വചനം പറഞ്ഞു കൊടുത്താൽ അവനെ അപ്പോഴേ തന്നെ ഈശോയെ സ്വീകരിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട് എനിക്ക്. വർഷങ്ങളായുള്ള മദ്യപാനം വെറും അരമണിക്കൂർ സംസാരിച്ച് കഴിയുമ്പോഴേ നിർത്താൻ തീരുമാനിക്കുകയും കോഴ്സിന് പോകാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ, അതുപോലെ വ്യക്തിപരമായിട്ട് ആൾക്കാർ പലരും പട്ട വിറ്റുകൊണ്ടിരുന്ന ഭാസ്കരൻ എരുമ ഭാസ്കരനായി മാറിയതൊക്കെ അക്കാലത്താണ്. ഞാൻ പറയുന്നത് വ്യക്തികളെ സ്വാധീനിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ. ഇത് ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്, നമ്മളാരും ചെയ്യുന്നതല്ല. അതിനാണ് കൃപയോട് ചേർന്ന് വരുന്നതാണത്. അപ്പോൾ ആത്മനിറവ് അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് തങ്ങളെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് അറിഞ്ഞു. എല്ലാ അപ്പോസ്തലന്മാരും തങ്ങളുടെ ജീവിതം സംരക്ഷിക്കുന്നതിന് പകരം യേശുക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ ജീവിതം എറിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. കണ്ടില്ലേ, പൗലോസ്ലിയ പോലും ആ മാനസാന്തരം കഴിഞ്ഞ് വരുമ്പോഴേ അനന്യാസിൻ്റെ അടുക്കേക്ക് വിടുമ്പോൾ അനന്യാസ് ചോദിക്കുമ്പോഴും അവിടെ കർത്താവ് അനന്യാസിനോട് പരിശുദ്ധാത്മാവ് പറയുന്നത് ഇതാണ്. അനന്യാസിനോട് പറയുകയാണ്, ഇപ്രകാരമാണ് പറയുന്നത്. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. അതാണ് പൗലോസിയെ സംബന്ധിച്ച് ദൈവഹിതമെന്ന് ഇപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുന്ന അനന്യാസുരനാണെങ്കിലും ക്രമേണ നമ്മൾ കാണുന്നു പൗലോസിയുടെ ജീവിതത്തിൽ ഇത് മുഴുവൻ അനർത്ഥമാകുന്നുണ്ട്. വീണ്ടും പറയുകയാണ്, എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും. അതിനുശേഷമാണ് അനന്യാസ് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അധികം താമസിയാതെ തന്നെ പൗലോസ് യേശു ദൈവപുത്രനാണെന്ന് പ്രഘോഷിക്കാനും തുടങ്ങി. അപ്പോൾ തന്നെ സംബന്ധിച്ച് ദൈവഹിതം എന്താണെന്ന് അറിയുന്ന ഏതൊരുവനും തീർച്ചയായിട്ടും സുവിശേഷം പ്രസംഗിക്കാതിരിക്കാൻ സാധ്യമല്ല. രണ്ടാമത്തെ ഭാഗമാണ് യുവാക്കൾക്ക് ദർശനമുണ്ടാകും. പരിശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ ദാർശനികനായിരിക്കണം. ഇന്ന് ഏത് സമൂഹത്തെയും നയിക്കുന്നത് ദാർശനികരാണ്. ഉള്ളിലെ കണ്ണിൻ്റെ കാഴ്ചയാണ് ദർശനം. ഉൾക്കാഴ്ചയുള്ള മനുഷ്യർക്ക് മാത്രമേ മറ്റു മനുഷ്യരെ ശരിയാവണ്ണം നയിക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് നമുക്ക് ആവശ്യം അതാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഒരു വ്യക്തിയിൽ വന്നാൽ തന്നെ സംബന്ധിച്ച് ദൈവഹിതം തിരിച്ചറിയുകയും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒരു ഉൾക്കാഴ്ച അവന് കിട്ടും. ഉൾക്കാഴ്ച കിട്ടുമ്പോഴെന്താണ്? കണ്ണുകളുടെ കാഴ്ച കൊണ്ടല്ല, ഉള്ളിലെ കണ്ണുകൊണ്ടിൻ്റെ കാഴ്ച കൊണ്ടാണ് അവൻ കാണുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അതിന് ദർശനമെന്ന് വേണേൽ പറയുന്നത് അതാണ്. ഏതൊരു ദർശനവും മനുഷ്യരുടെ ഉൾക്കണ്ണ് തുറക്കുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ മറിയത്തിൻ്റെ ഗബ്രിയേൽ ദർശനം, മറിയത്തിനുണ്ടായ ഗബ്രിയേൽ ദർശനം തീർച്ചയായിട്ടും അവളുടെ ഉൾക്കണ്ണ് തുറന്നു. അതുകൊണ്ട് അവൾ പറഞ്ഞത്, എൻ്റെ ഉള്ളം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇതാ ഇതുമുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. മറിയത്തിൻ്റെ ഉള്ളു തുറന്നു, ഉള്ളം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കാൻ തുടങ്ങി. എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. എന്താ മറിയത്തിൻ്റെ ഭാഗ്യം? നമ്മൾ ഓർത്ത് നോക്കൂ. നമ്മൾ നേരത്തെ കണ്ടില്ലേ മറിയത്തിൻ്റെ ഭാഗ്യം? പ്രസവിക്കാൻ പോലും ഒരിടം കിട്ടാത്ത ഭാഗ്യം. ആ കുഞ്ഞിനെ വളർത്തി 33 വയസ്സ് വരെ എത്തിച്ചപ്പോഴേ കുറ്റവാളികളിൽ ഏറ്റവും വലിയ കുറ്റവാളിയെ പോലെ ഇതാ അടിച്ചും തകർത്തും അവനെ കൊണ്ടുപോകുന്നു. 2 കള്ളന്മാരുടെ നടുവിൽ അവനെ കുരിശിൽ തറയ്ക്കുന്നു. പരാജയത്തിൻ്റെ പര്യായമെന്ന് വിളിച്ചോതുന്നു മറ്റുള്ളവർ. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അമ്മ, എന്താണ് ഈ ഭാഗ്യം? മറിയത്തിനറിയാം ഭൂമിയിൽ നിന്ന് കിട്ടുന്നത് എന്തും ഭാഗ്യമാക്കി മാറ്റാൻ. തൻ്റെ പുത്രൻ തന്നെ പഠിപ്പിച്ച കാര്യം അവൾക്കറിയാം. മത്തായി 5:11 പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെ, മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. തൻ്റെ പുത്രൻ മനുഷ്യരാൽ പീഡിപ്പിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും എല്ലാവിധ തിന്മകളും അവൻ്റെ മേൽ വ്യാജമായി അവരടിച്ചേൽപ്പിച്ചപ്പോഴും അമ്മ കണ്ടെത്തി ഇത് അവന് ഭാഗ്യമാണെന്ന്. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവ് കണ്ണ് കാണാത്തതും ചെവി കേൾക്കാത്തതും മനുഷ്യ മനസ്സ് ഗ്രഹിക്കാത്തതുമായ കാര്യങ്ങളുടെ പൊരുൾ അറിയിച്ചു കൊടുക്കും. ദാറ്റ് ഈസ് ദർശനം. അതാണ് ഉൾക്കാഴ്ച. ഉൾക്കണ്ണുകൊണ്ട് കാണുന്ന വ്യക്തികൾക്ക് അവൻ്റെ കാഴ്ചപ്പാടിന് വ്യത്യാസം ഉണ്ടായിരിക്കും. മറ്റുള്ളവർ കാണുന്നത് പോലെ അല്ല. മറിയം ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അത് മാത്രമാണോ? തൻ്റെ പുത്രൻ്റെ മരണത്തിന് ശേഷം ഉത്ഥാനാനന്തരം അവിടുന്ന് സഹ്യോൻ ഊട്ടുശാലയിലേക്ക് തൻ്റെ ശിഷ്യന്മാർ അസ്വസ്ഥരായിരുന്നവരെ വിളിച്ചുകൂട്ടി. മറിയം അവരോടൊപ്പം സെനക്കളിലിരുന്നു. അവിടെ ഇരുന്നു 9 ദിവസത്തെ പ്രാർത്ഥന. 10-ാം ദിവസം ഇതാ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ മറിയത്തോടു കൂടിയാണ് അവിടെ ഇരിക്കുന്നത്. എന്തുകൊണ്ട് മറിയത്തോടു കൂടി അവിടെ ഇരിക്കാൻ സാധിച്ചു അവർക്ക്? മറിയത്തിന് ഇതിനു മുമ്പ് തന്നെ പരിശുദ്ധാത്മാഭിഷേകമുണ്ടായി. അവൾക്ക് ദൈവദർശനമുണ്ടായി. തൻ്റെ പുത്രൻ മരിച്ചുവെങ്കിലേ അവൻ ഉയർത്തെണീക്കുമെന്നും അവൻ തൻ്റെ ജീവദാതാവായ ആത്മാവായി ഇവിടെ വരുമെന്നുമൊക്കെ ഉള്ളത് ഈ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ലെങ്കിലും മറിയത്തിന് മനസ്സിലായിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് മറിയത്തോടൊപ്പം അവരിരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ദർശനം, ദാർശനികൻ്റെ ലക്ഷണങ്ങളുണ്ട്. ഒന്ന്, ആനന്ദമുള്ളവനായിരിക്കും. ബൈബിളിലേക്ക് നോക്കിയാൽ ദൈവദർശനം കിട്ടുന്ന ഏവരെയും എപ്പോഴും ആനന്ദത്തെക്കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും.
ഇപ്പം നേരത്തെ നമ്മൾ കണ്ടില്ലേ, മറിയത്തിന് ഇതാ എൻ്റെ ഉള്ളം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്തിനധികം മറിയം എലിസബത്തിനെ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ, എലിസബത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ എലിസബത്ത് പറയുകയാണ്, നിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ ആനന്ദത്താൽ കുതിച്ചു ചാടി. അവിടെ കൊച്ചിനും ആനന്ദം. ഇനി എന്തിനധികം ഈശോ പറയുന്നു, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ പറയുകയാണ്, ഇതെല്ലാം ഞാൻ ലോകത്തിൽ വെച്ച് പറഞ്ഞത് എൻ്റെ ആനന്ദം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ ആനന്ദം അതിൻ്റെ പൂർണ്ണതയിലുണ്ടാകേണ്ടതിനാണ്. അപ്പോൾ പൂർണ്ണമായ ആനന്ദം ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയാണ്. എന്തിന്? യോഹന്നാൻ 17:13 പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുകയാണ് ഈശോ, പിതാവേ, ഇതെല്ലാം ഞാൻ ലോകത്തിൽ വെച്ച് പറഞ്ഞത് അങ്ങ് എനിക്ക് തന്ന ആനന്ദം ഞാൻ അവർക്ക് നൽകി, അവരുടെ ആനന്ദം അതിൻ്റെ പൂർണ്ണതയിൽ അവർക്കുണ്ടാകേണ്ടതിനാണ്. പൂർണ്ണമായ ആനന്ദം ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയാണ്. ഇനി എന്തിനധികം യേശു ക്രിസ്തു ശിഷ്യന്മാർ പിന്നീട് നമ്മൾ കാണുന്നത്, അവരെ തല്ലി അടിച്ചിട്ട് ഈ വാക്ക് മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞിട്ട് തല്ലുമ്പോഴും അവർ പറയുകയാണ്, യേശുവിൻ്റെ നാമത്തെ പ്രതി അടി കിട്ടിയതിൽ അവർ സന്തോഷിക്കുന്നു, അവരെല്ലാവരും ആനന്ദിക്കുന്നു. അപ്പോൾ യേശു ദൈവരാജ്യത്തെ പ്രതി സഹിക്കാനും അതിൽ ആനന്ദം കണ്ടെത്താനും സാധിക്കുന്നൊരവസ്ഥ ദർശനമുള്ളവരുടെ ലക്ഷണമാണ്, പരിശുദ്ധാത്മാ നിറമുള്ളവരുടെ ലക്ഷണമാണ്. നമ്മുടെ ഏതൊരു വിശുദ്ധനെ എടുത്താലും ഏതൊരു രക്തസാക്ഷി എടുത്താലും അവർക്ക് മരണം ദുഃഖമായിരുന്നില്ല, അതെല്ലാം അവർ ആനന്ദത്തോടെ സ്വീകരിച്ചു. അതിൻ്റെ കാരണം ആനന്ദം ദൈവത്തെ ദർശിക്കുന്നവരുടെ ലക്ഷണമാണ്. പരിശുദ്ധാത്മാവ് ഒരാളിൽ വരുമ്പോൾ ദൈവദർശനം ഉണ്ടാകുന്നു. ആ ദർശനം അയാളെ ആനന്ദമുള്ളവനാക്കുന്നു. രണ്ടാമത്തത്, ഉള്ളിലെ വെളിച്ചത്തിലാണ് അവർ നടക്കുന്നത്. അവർ പുറമേ ആരെങ്കിലും കാണിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുകൊണ്ടല്ല. സ്വന്തം അപ്പൻ്റെ മുമ്പിൽ അപ്പൻ പറയുന്നു, ഇതാ അപ്പൻ്റെ മുമ്പിൽ സ്വന്തം വസ്ത്രം ഉരിഞ്ഞ് അപ്പൻ്റെ കൈ കൊടുത്തിട്ട്, ഇപ്പോൾ എൻ്റെ സ്വർഗസ്ഥനായ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ അല്പം ബ്ലോക്ക് ഉണ്ടായിരുന്നു, മാറിക്കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പിതാവിൻ്റെ കയ്യിൽ വസ്ത്രം എറിഞ്ഞു കൊടുത്ത് ഒരു ഭ്രാന്തനെ പോലെ ഇറങ്ങിയ ഫ്രാൻസിസ് അസീസി ഇന്ന് രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടാൻ കാരണം അന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ കണ്ണുകൊണ്ട് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥമെന്തെന്ന്. അതുകൊണ്ട് അദ്ദേഹത്തിന് രണ്ടാം ക്രിസ്തു ആകാൻ സാധിച്ചു. ഒരു വിൻസെൻ്റ് പോളിനെ അവിടെയുള്ള സാധാരണ മനുഷ്യർ പീഡിപ്പിക്കപ്പെട്ടപ്പോഴും വ്യവസായം തുടങ്ങുന്നതിനോ സ്വന്തമായി വയൽ വാങ്ങുന്നതിനോ പോലും ഏതാണ്ട് 7 വരുന്ന സാധാരണക്കാരന് അവസരമില്ല. അവനെ പീഡിപ്പിച്ച് അടിമയെപ്പോലെ നോക്കിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലും വിൻസെൻ്റ് പോളിൽ കിട്ടിയ ഉൾക്കാഴ്ച, അദ്ദേഹത്തിന് കിട്ടിയ ദൈവദർശനം അവരിൽ ഒരുവനെ പോലെ ആയിത്തീരാനും അദ്ദേഹത്തിൻ്റെ മരണത്തോടടുത്തപ്പോൾ ഏകദേശം ഫ്രാൻസിലെ ജനങ്ങളിൽ പണക്കാർ പണവും കൊണ്ടുവന്നിട്ട് ഇതാ ദരിദ്രൻ്റെ മുമ്പിൽ മുട്ടൻ നിന്നുകൊണ്ട് കൊടുക്കാൻ തുടങ്ങി. എന്തുകൊണ്ടെന്നാൽ അവൻ അർഹമായതാണ് ഞാൻ പിടിച്ചു വെച്ചെന്നുള്ള ബോധ്യം മറ്റുള്ളവരിൽ ജനിപ്പിക്കാൻ കഴിഞ്ഞത് ഒരു വിൻസെൻറ്റിൻ്റെ ദർശനമാണ്. അതോടൊപ്പം തന്നെ വിൻസെൻറ്റിൻ്റെ കാലശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് അസീസിയുടെ ആണെങ്കിലും ഓരോ വിശുദ്ധന്മാരെ നോക്കുക. അസീസിയുടെ ജീവിതാനന്തരം ഏതാണ്ട് സഭയ്ക്ക് 100ഓളം വിശുദ്ധരെ പ്രദാനം ചെയ്യുവാനായിട്ട് 100 വർഷം കൊണ്ട് സാധിച്ചു. ഫ്രാൻസിസ്കൻ സഭയ്ക്ക്, ബെനഡിക്റ്റൻ സഭയ്ക്ക് 300ഓളം വിശുദ്ധരെയാണ് പ്രദാനം ചെയ്യാൻ സാധിച്ചത്. കാരണം ഇവർക്കൊക്കെ ഉള്ളിലെ കണ്ണുകൊണ്ട് കണ്ട് അവർ ആനന്ദിച്ചിരുന്നു ജീവിതത്തിലെ തൻ്റെ ശരീരം മറ്റുള്ളവർക്ക് കൊണ്ട് ഇട്ടുകൊടുക്കുന്നതിന്, മറ്റുള്ളവർക്ക് സേവിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇത് 4ാമത്തെ ലക്ഷണമാണ്. ഇവരെപ്പോഴും കാലുകൾ തറയിലാണെങ്കിലും സ്വർഗത്തിൽ പിടിയുണ്ടായിരിക്കണം. യാക്കോബിൻ്റെ ഏണി, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 28-ാം അധ്യായത്തിലെ 14 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. യാക്കോബ് കല്ലും വെച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയ പാർട്ടിയാണ്. കല്ലും തലക്കിൽ വെച്ച് കിടക്കുകയാണ്. അപ്പോഴൊരു ഏണി ആകാശത്ത് മുട്ടി നിൽക്കുന്നു, സ്വർഗത്തിലേക്ക് മുട്ടി നിൽക്കുന്നു അങ്ങേയറ്റം. ഇവിടെ ഭൂമിയിൽ മാലാഖമാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു. ക്രിസ്ത്യാനിക്ക് ആ ദർശനം നമ്മളോട് പറയുന്ന ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ ദർശനമാണ്. യഥാർത്ഥത്തിൽ എന്താണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ? അർത്ഥം കാലുകൾ തറയിലാണെങ്കിലും സ്വർഗത്തിൽ പിടിയുള്ളവരാണ്. നമ്മളെപ്പോഴും സ്വർഗത്തിലേക്ക് നോക്കി ഇവിടെ ജീവിക്കേണ്ടവരാണ്. പ്രിയമുള്ളവരെ, ദാർശനികൻ്റെ മറ്റൊരു ലക്ഷണമാണ് അവനെപ്പോഴും നിത്യജീവനെക്കുറിച്ച് ബോധ്യമുണ്ടാകും. അവൻ്റെ ജീവിതം എന്നേക്കും നിലനിൽക്കുന്നതാണെന്ന്. ഈ ബോധ്യങ്ങൾ നമുക്ക് തരുന്നതിനാണ് ഈ പെന്തക്കോസ്താ ദിവസം നാം ആചരിക്കാൻ പോകുന്നത്. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, വൃദ്ധന്മാർ സ്വപ്നം കാണും. ഉറക്കത്തിലെ സ്വപ്നമല്ല, ജീവിതത്തിലെപ്പോഴും സ്വപ്നങ്ങൾ അവശേഷിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ജീവിതത്തിൻ്റെ ഏത് ക്ലേശങ്ങളുടെയും ഏത് ബുദ്ധിമുട്ടുകളുടെ ഇടയിലെ ഇതിനർത്ഥമെന്തെന്ന് മനസ്സിലാക്കി നല്ല സ്വപ്നം കൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടയ്ക്കാം. ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനും തങ്ങളെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുവാനും അവരനെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് അവനെ അറിയിക്കുവാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വരുമ്പോൾ ഞങ്ങൾ ദർശനമുള്ളവരാകുവാനും ഉള്ളിലെ കണ്ണുകൊണ്ട്, വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കാര്യങ്ങൾ കണ്ട് ഉള്ളിൽ ആനന്ദമുള്ളവരായിരിക്കുവാനും എപ്പോഴും നിത്യജീവനുള്ളവരാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാനും അതോടൊപ്പം തന്നെ ഉള്ളിലെ പ്രകാശം ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുവാനും
കർത്താവെ, അതോടൊപ്പം തന്നെ കാലുകൾ തറയിലാണെങ്കിലും ഭൂമിയിൽ നിൽക്കുന്നെങ്കിലും ഞങ്ങൾ സ്വർഗത്തിലുള്ളവരാണ് ഞങ്ങളെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് എപ്പോഴും തരണമേ. മരണത്തോടെ അവസാനിക്കാത്തൊരു ജീവിതമുണ്ടെന്നുള്ളൊരു ബോധ്യം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അത് സ്വീകരിച്ചുകൊണ്ട് അതിനനുസരിച്ചൊരു ജീവിതശൈലിയെ കെട്ടിപ്പടുക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒപ്പം ജീവിതത്തിൽ എപ്പോഴും സ്വപ്നങ്ങളുള്ളവരായിരിക്കണമേ. ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതത്തെ നോക്കിക്കാണുവാൻ ആവശ്യമായ കൃപാവരങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ ഉണ്ടാകുമല്ലോ. കർത്താവെ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഉയർത്തി ഇപ്പോൾ ഇവിടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഇപ്പോഴും അനുഗ്രഹിക്കണമേ. ശാരീരിക, മാനസിക, വൈകാരിക, ആത്മീയ ബന്ധനങ്ങളിലൊക്കെയും കർത്താവെ നല്ല ദർശനമുള്ളവരായിരിക്കുവാനും തന്നെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് അറിയുവാനും സ്വപ്നങ്ങളുള്ളവരാകുവാനും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.